മഴത്തോരും മുമ്പയുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരണ്യയെ കാണാൻ വേണ്ടി പോയിട്ട് അലീന തിരിച്ചു വന്നിട്ടില്ലല്ലോ. ഷാജിയുടെ അമ്മ പറയുന്നുണ്ട്, നീയൊന്ന് പോയിട്ട് അന്വേഷിക്കടാ, അവള് പോയിട്ട് കുറെ നേരമായല്ലോ എന്നുള്ള കാര്യം. അമ്മ പേടിക്കൊന്നും വേണ്ട, അലീനയല്ലേ, എന്തായാലും ശരണ്യയെ ആശ്വസിപ്പിച്ചിട്ടേ ആ കുട്ടി വരത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോഴേക്കും അലീന അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പോയിട്ട് കുറെ നേരമായല്ലോ മോളെ, എന്താ ഇത്രയും സമയം എടുത്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആ പെൺകുട്ടിക്ക് ഒരു കൈത്താങ് കൊടുക്കണ്ടേ, അതിന് ഇത്രയും സമയം എടുക്കേണ്ടി വന്നു. ആ കുട്ടി മോളോട് സംസാരിച്ചോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മിണ്ടി നാളെ ഞാൻ വരാ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടാണ് വന്നതെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഷാജിയുടെ അടുത്ത് അലീനയെ ഒന്ന് വീട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടി പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. ആയിക്കോട്ടെ എന്ന് ഷാജി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അമ്മയുടെ അടുത്ത്, ഞാൻ നല്ലൊരു അയൽക്കാരെ കണ്ടു, എന്നെ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ചു, എനിക്ക് കൊടുക്കാൻ വസ്ത്രവും എനിക്ക് കഴിക്കാൻ ആഹാരവും തന്നു, ഒരിക്കലും മറക്കില്ല കേട്ടോ. കുട്ടിയുടെ ഏറ്റവും നല്ല ഡ്രസ്സാണ് എനിക്ക് തന്നതെന്നുള്ള കാര്യം എനിക്കറിയാം, പറഞ്ഞില്ലെങ്കിലും തിരിച്ചു കിട്ടുന്ന പോലും പ്രതീക്ഷിക്കാതെയല്ലേ തന്നത്, ആ മനസ്സുണ്ടല്ലോ, വളരെ നന്ദിയുണ്ട് കേട്ടോ. ഇത് കേട്ട് ഷാജിയാണെങ്കിൽ നന്ദി പറഞ്ഞിട്ട് അതങ്ങ് എടുക്കാന്ന് വിചാരിക്കണ്ട, തിരിച്ച് കൊണ്ടുവന്ന് തന്നേക്കണം എന്ന് പറയാണേ. ഓ തന്നേക്കാം, പോട്ടെ അമ്മ എന്നൊക്കെ പറഞ്ഞ് അവരുടെ അടുത്തൊക്കെ യാത്ര പറഞ്ഞിട്ട് അലീന അവിടുന്ന് പോവാണേ. അത് കഴിഞ്ഞ് പോലീസുകാര് ശരണ്യന്റെ വീടിന്റെ ആ ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. കൂടെ വന്നിരിക്കുന്ന പോലീസുകാരെടുത്ത് ആ വീട്ടിലുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ജീപ്പിന്റെ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടിട്ട് പറയുന്നുണ്ട്. വിവരം അറിഞ്ഞ ശരണ്യന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ അച്ഛന്റെ അടുത്ത് പറയാണ് കേട്ടോ, പോലീസ് വന്നിട്ടുണ്ട്. വീട്ടിലുള്ള എല്ലാവരുടെ അടുത്തും അങ്ങോട്ട് പോലീസിന്റെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞു. സ്റ്റേഷനിലേക്കാണോ എന്ന് ശരണ്യയുടെ അച്ഛൻ ചോദിക്കുമ്പോ, അല്ല ജീപ്പിന്റെ അരികിലേക്കാണ്. നമ്മൾ ഭയക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, കാരണം നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, നിങ്ങളൊന്ന് പോയി നോക്ക്, കാര്യം എന്താന്നുള്ള കാര്യം അറിയാലോ. അപ്പോഴേക്കും പോലീസിന്റെ അരികിലേക്ക് കുറച്ച് പേര് എത്തുന്നുണ്ട് കേട്ടോ. സാർ എന്താ വിളിച്ചത്, എന്താ കാര്യം എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കും കാര്യം അറിയില്ലേ, ഇവിടെ ഇത്രയും പേര് മാത്രമേ ഉള്ളൂ. കുറച്ചു സമയം മുമ്പ് ഒരു 30ഓളം ആൾക്കാര് ഇവിടെ കൂടി ചേർന്നിട്ട് ഒരു പെൺകുട്ടിയെ മണ്ണെണ്ണ ഒഴിച്ചിട്ട് കൊല്ലാൻ വേണ്ടിട്ട് ശ്രമിച്ചല്ലോ. ഇത് കേട്ട ഉടനെ തന്നെ ആ കൂട്ടത്തിൽ നിൽക്കുന്ന ആള് പറയുന്നുണ്ട്, അതിനാരും കത്തിച്ചിട്ടൊന്നുമില്ല, മണ്ണെണ്ണ ദേഹത്ത് ഒഴിച്ചു എന്നുള്ളത് നേര് തന്നെയാണ്. നിങ്ങൾ ചെയ്തിരിക്കുന്ന അക്രമശ്രമത്തിന്റെ വീഡിയോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, കാണണമെന്ന് ചോദിച്ചിട്ട് ആ വീഡിയോ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ ചെയ്തെന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഈ വീഡിയോ തെളിവ് മാത്രം മതി. ഒളിച്ചിരിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഇറങ്ങിയിട്ട് വരാൻ വേണ്ടി പറ, ഓടിപ്പോവാനോ മറ്റോ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും അവന്മാരെ കിട്ടും. ഇപ്പോ നേരെ വന്ന് ഹാജരായി കഴിഞ്ഞു കഴിഞ്ഞാല് തല്ലും ചോദ്യം ചെയ്യലും ഒന്നും ഉണ്ടാവില്ല, നേരെ കോടതിയിൽ ഹാജരാക്കും, അവിടെ ചെന്നിട്ട് ജാമ്യം എടുത്തിട്ട് പോരാ. അങ്ങനെ അതിനകത്തുള്ള ഒരാൾ പറയുന്നുണ്ട്, സർ അവളെ ഞാനാണ് അടിച്ചത്, മുടിക്ക് കുത്തിന് പിടിച്ചത് സുശീല ചേച്ചിയാണ്, അതുപോലെ തന്നെ മണ്ണെണ്ണ ഒഴിച്ചത് ബോബനും പിന്നെ മറ്റവനാണെന്നുള്ള കാര്യം പറയുകയാണ്. തീപ്പെട്ടി ഉരച്ചത് ഓമനക്കുട്ടനാണ്, ബാക്കി എല്ലാവരും കാഴ്ചക്കാരാണ്. ആ പറഞ്ഞവനെ പിടിച്ച് വണ്ടിയിലോട്ട് കയറ്റാൻ വേണ്ടി പറയുന്നുണ്ട്, കാരണം അവനാണല്ലോ അലീനയെ തല്ലിയത്. കാഴ്ചക്കാരൊക്കെയാണെന്നുള്ള കാര്യം ഈ വീഡിയോ പറയും. ഓരോരോ വീടുകളിൽ ചെന്നിട്ട് ഒളിച്ചിരിക്കുന്നവന്മാരെ പിടിച്ചോണ്ട് വാ എന്ന് പറഞ്ഞ് പോലീസുകാരെ പറഞ്ഞു വിടുവാണ് കേട്ടോ അങ്ങോട്ട്. ആ കൂട്ടത്തിലുള്ള ആന്റണി എന്ന് പറയുന്നവൻ ഞാനൊരു ചവിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറയണേ, പിടിച്ച് ജീപ്പ് കയറ്റണ എന്ന് രമേശ് നമ്പേര് പറയുന്ന സമയത്ത്, സാർ എന്റെ പടം പത്രത്തിൽ വരുമെന്നാണ് കേട്ടോ അവൻ ചോദിക്കുന്നത്. വണ്ടിക്കാരടാ എന്ന് പറയുമ്പോ, സാർ ഞാൻ തന്നെ കയറിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവൻ വേഗം ഓടി കയറുന്നുണ്ട്. കയറാൻ വേണ്ടി പോയവിടുന്ന് വീണ്ടും തിരികെ വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, ഓരോരുത്തരുടെ വീടും ഓരോ സ്ഥലത്താണെന്നുള്ള കാര്യം കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴേക്കും കേരട എന്ന് പറയുന്നുണ്ട്. അവനെയും കൂട്ടിയിട്ടാണ് ജീപ്പ് അവിടുന്ന് എടുക്കുന്നത്. അപ്പോഴേക്കും അലീന തിരിച്ച് ബാലന്ദ്രന്റെ വീട്ടിലെത്തുന്നുണ്ട് കേട്ടോ. വീടെത്തി ഉടനെ തന്നെ ഷാജിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇതാണ് വീട് എന്നുള്ള കാര്യം, ഇവിടെ ഞാൻ മുമ്പ് വന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഷാജിട്ടും കയറുക, നമുക്ക് ചായ ഒക്കെ കുടിച്ചിട്ട് പോവാന്ന് പറയണേ. അയ്യോ വേണ്ട എന്ന് ആദ്യം പറയുന്നുണ്ടെങ്കിലും വീണ്ടും വീണ്ടും നമ്മൾ അലീന നിർബന്ധിക്കുകയാണ്. ഇല്ല എനിക്ക് വേറൊരു ഓട്ടോ ഉണ്ട്, അതിനിടയ്ക്കാണെങ്കിൽ ഒരു കോള് വരുന്നുണ്ട് കേട്ടോ, എന്താ ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഓട്ടോ എടുത്ത് അങ്ങ് പോകുന്നുണ്ട്. ഓട്ടോന്റെ കാശ് കൊടുക്കാൻ വേണ്ടിയിട്ട് അലീന ഓട്ടോയുടെ പുറകെ ഓടുന്നുണ്ടെങ്കിലും ഷാജി നിർത്താതെ അങ്ങ് പോവാണ്. അലീന വന്ന് കോളിംഗ് ബെൽ അടിക്കുന്ന സമയത്ത് ബബിതയാണ് തുറന്നു കൊടുക്കുന്നത്. അലീന എന്നുള്ള കാര്യം മനസ്സിലാകുമ്പോഴേക്കും വാതിലങ്ങ് തുറന്നു വെച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. ബാലേന്ദ്രൻ അവിടെ തന്നെ ഇരിപ്പുണ്ട്. ബാലേന്ദ്രൻ വന്ന ഉടനെ തന്നെ അലീനയുടെ ഡ്രസ്സാണ് ഇട്ട് നോക്കുന്നത്. ഇത് ആരുടെ ഡ്രസ്സാണ്, മോളെ നിന്നെ അവർ ഉപദ്രവിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവര് എന്നെ ആദ്യം തെറ്റിദ്ധരിച്ചു, രോഹിത്തിന് വേണ്ടി സ്വാധീനിക്കാൻ വേണ്ടി വന്നതാണെന്ന് വിചാരിച്ചു. നിനക്ക് അവിടെ പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ അലീന? എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല ഞാൻ നിന്നെ പറഞ്ഞയച്ചത്, നിന്റെ ആഗ്രഹത്തിന് തടസ്സം നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് കേട്ട അലീന പറയുന്നത്, അച്ഛ പോയത് നന്നായതേ ഉള്ളൂ, ഞാൻ ആ കുട്ടിയെ കണ്ടു, സംസാരിച്ചു, ആശ്വസിപ്പിച്ചു, അവിടെ നടന്ന കാര്യം എന്താന്ന് വെച്ചാൽ പറയുന്നു പറയുന്നുണ്ട്. അച്ഛൻ വിചാരിക്കുന്ന പോലെ എന്നൊക്കെ പറയുമ്പോ അതും ഇതൊന്നും പറയണ്ട, നടന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അലീന അവിടെ നടന്ന സംഭവങ്ങളെല്ലാം ബാലേന്ദ്രനെ അറിയിക്കുകയാണ്. എല്ലാം കേട്ടതിന് ശേഷം ബാലേന്ദ്രൻ ചോദിക്കുന്നത്, അവരിത്രയൊക്കെ ചെയ്തിട്ടും പിന്നെ എന്ത് ധൈര്യത്തിലാണ് നീ അങ്ങോട്ടേക്ക് കയറി ചെന്നത്? അഹങ്കാരത്തിന്റെ അങ്ങേയറ്റം, അല്ലാതെ പിന്നെ വേറെ എന്ത് പറയാനാ? അച്ഛ അങ്ങനെയൊന്നും പറയരുത്, അവര് എന്നെ തെറ്റിദ്ധരിച്ചതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ ചെയ്തത്, അവരുടെ കോപം തണുത്തു എന്നുള്ള കാര്യം മനസ്സിലായിട്ടാണ് ഞാൻ വീണ്ടും അങ്ങോട്ടേക്ക് പോയത്. എടി എന്നാലും നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു, ആ ഓട്ടോക്കാരൻ വന്നില്ലായിരുന്നെങ്കിലോ നീ പച്ചയ്ക്ക് നിന്ന് കത്തിയേനെ, ആ പെൺകുട്ടിക്കും വീട്ടുകാർക്കും വെളിച്ചം കിട്ടിയേനെ. ബാലേന്ദ്രന്റെ വാക്കുകളൊക്കെ കേൾക്കുമ്പോ അലീനയാണെങ്കിൽ അച്ഛ എന്നെ വഴക്ക് പറയല്ലേ എന്നാണ് പറയുന്നത്. ഞാനൊരു നല്ല കാര്യം ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്, എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട്, അതച്ഛൻ നശിപ്പിച്ച് കളയല്ലേ. പിന്നെ നല്ല കാര്യം കഷ്ടിച്ച് ജീവൻ രക്ഷപ്പെട്ടു എന്ന് കരുതിക്കോ,
ഇപ്പോ എന്താ വേണ്ടത്, കഴിക്കാനോ കുടിക്കാനോ വല്ലത് വേണോന്ന് ചോദിക്കുകയാണെ ബാലേന്ദ്രൻ ഒന്നും വേണ്ട, എനിക്ക് ഈ ഡ്രസ്സൊക്കെ മാറ്റണം, ഒന്നുകൂടി കുളിക്കണം, തലമുടിന്നൊക്കെ ഇപ്പോഴും മണ്ണെണ്ണയുടെ സ്മെല്ലുണ്ട്, എന്നാ പോയി കുളിച്ചേച്ച് വായെന്ന് പറഞ്ഞിട്ട് അലീനെ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട്. കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് ബബിത അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നേ. ബബിതയെ ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. ബബിതയാണെന്നുണ്ടെങ്കിൽ ഒരു കൂസലൊന്നും ഇല്ലാതെ ചായം കുടിച്ച് അവിടെ അങ്ങനെ ഇരിക്കുവാണ്. അതിന് പുറകെ തന്നെ പോലീസുകാരും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ആരാണ് കോളിംഗ് ബെൽ അടിക്കുന്നത് എന്നുള്ള കാര്യം ജനലിലൂടെ അലീനെ നോക്കുന്ന സമയത്ത് പോലീസുകാരാണ്. ഉടനെ തന്നെ ബാലേന്ദ്രന്റെ അടുത്ത് പോകുന്നുണ്ട്. ബാലേന്ദ്രനാണ് അവർക്ക് വേണ്ടിയിട്ട് കഥക് തുറന്നു കൊടുക്കുന്നത്. അവരെ കണ്ട ഉടനെ തന്നെ ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ എന്താണ്, കസ്റ്റഡിയാണോ, വാറന്റ് ആണോ, അറസ്റ്റ് ആണോ? അലീന എന്ന് പറയുന്ന പെൺകുട്ടി ഇവിടെ ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കറിയില്ലേ അവൾ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം? കഴിഞ്ഞ ആഴ്ചയല്ലേ നിങ്ങൾ കൊലക്കേസിലെ പ്രതിയെ കൊണ്ടുപോകുന്നത് പോലെ അവൾ ഇവിടുന്ന് പിടിച്ചോണ്ട് പോയത്. ഇത് കേട്ട നമ്പേരാണെന്നുണ്ടെങ്കിൽ കസ്റ്റഡിയിൽ എടുത്തുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനും ചോദിച്ചത് ഇന്ന് കസ്റ്റഡിയാണോ അറസ്റ്റ് ആണോ എന്നുള്ള കാര്യം. അലീന ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോ എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അലീനയെ കുറച്ചു പേര് ചേർന്നിട്ട് മണ്ണെണ്ണ ഒഴിച്ചിട്ട് തീ കൊളുത്താൻ വേണ്ടി ശ്രമിച്ചു. അതിന്റെ പേരിൽ ചിലര് ഞങ്ങള് അറസ്റ്റ് ചെയ്തിട്ടു. അതിന്റെ തെളിവെടുപ്പിന് വന്നതാണ്. അലീനയെ കാണുകയും ചില കാര്യങ്ങൾ ചോദിച്ചറിയുകയും വേണം. കൊല്ലാൻ ശ്രമിച്ചിട്ട് ആവാത്തതിന്റെ പേരിൽ അവളുടെ മേലിൽ കേസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്താ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്യണമെന്നൊക്കെ ബാലേന്ദ്രൻ ചോദിക്കുന്ന സമയത്ത് രമേശ് നമ്പേര് പറയുന്നുണ്ട്, സർ അതിനൊന്നും വേണ്ടിയിട്ടല്ല, ഒരു പെൺകുട്ടിയുടെ നേരെ കൂട്ട ആക്രമണം നടന്നു, വധശ്രമമായിരുന്നു അത്. കുറ്റവാളികൾ ആരൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അലീനയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് വിവരങ്ങൾ കിട്ടണം. ഇത് കേട്ട ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ ശരി അകത്തേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അവരുള്ളിലേക്ക് വന്നിട്ട് ഇരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അലീന എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ വിളിക്കുന്ന സമയത്ത് അലീനയാണെന്നുണ്ടെങ്കിൽ എന്താ അച്ഛ എന്നാണ് കേട്ടോ വിളിക്കുന്നത്. അച്ഛ എന്നുള്ള ആ ഒരു വിളിയുണ്ടല്ലോ, അത് പോലീസുകാരെ ഇട്ടിട്ട് ബാലേന്ദ്രൻ അങ്ങനെ നോക്കുന്നുണ്ട്. പോലീസുകാരുടെ ആ നോട്ടൊക്കെ കാണുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അവൾ എന്നെ അച്ഛ എന്നാണ് വിളിക്കാറ്. അലീന വന്ന ഉടനെ തന്നെ അവരെന്നെ കാണാനല്ല നിന്നെ കാണാനാ വന്നതെന്നുള്ള കാര്യം ബാലേന്ദ്രൻ പറയുന്നുണ്ട്. തുടർന്ന് നമ്പ്യാർ അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ആ പെൺകുട്ടിയുടെ കാണാൻ വേണ്ടിയിട്ട് പോയിരുന്നോ എന്ന്. പോയിരുന്നു. ആര് പറഞ്ഞിട്ടാ പോയെന്ന് ചോദിക്കുമ്പോൾ ആരും പറഞ്ഞിട്ടല്ല, എനിക്ക് ആ പെൺകുട്ടിയെ കണ്ട് ആശ്വസിപ്പിക്കണം എന്നുള്ള കാര്യം തോന്നി. എന്ത് ധൈര്യത്തിലാണ് നീ ആ വീട്ടിലേക്ക് കയറി പോയത്? ആ ഓട്ടോറിക്ഷക്കാരൻ ഇടപെട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ കോളനിക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട് നിന്നെ കത്തിച്ചു കളയുമായിരുന്നല്ലോ. ഓട്ടോറിക്ഷക്കാരൻ വന്നിട്ട് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ നിന്നെ ആ കോളനിക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട് കത്തിച്ചു കളയുമായിരുന്നല്ലോ എന്ന് നമ്പ്യാർ ചോദിക്കുന്ന സമയത്ത് നല്ല കറക്റ്റ് മറുപടിയാണ് കേട്ടോ അലീന കൊടുക്കുന്നത്. എപ്പോഴും സഹായത്തിന് എനിക്ക് ആരെങ്കിലൊക്കെ കാണുമെന്ന്. നമ്പ്യാര് ആ മറുപടി കേൾക്കുമ്പോൾ ഒന്ന് തലകുനിക്കുന്നുണ്ട്. നിന്നെ കോളനിക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട് ആക്രമിക്കുന്ന വീഡിയോ കിട്ടിയിട്ടുണ്ട്. നീ എത്രയും പെട്ടെന്ന് തന്നെ പരാതി എഴുതി തന്നു കഴിഞ്ഞാൽ അവരെല്ലാവരെയും അറസ്റ്റ് ചെയ്യും. ഇത് കേട്ട അലീന എനിക്ക് പരാതിയൊന്നുമില്ല സർ. പരാതി ഇല്ല എന്നോ? സർ അവരെ പെട്ടെന്നുള്ള വികാരത്തോടുകൂടും കോപം കൊണ്ട് ചെയ്തു പോയതല്ലേ, ഞാൻ അവരോട് ക്ഷമിച്ചു. കൊല്ലാൻ ശ്രമിച്ചവരോടാണോ നീ ക്ഷമിക്കുന്നത്? അവര് നിന്നെ കൊന്നായിരുന്നെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ സർ കൊന്നില്ലല്ലോ, അവരോട് ഞാൻ ക്ഷമിച്ചു. അവര് വിചാരിച്ചത് ഞാൻ മറ്റു പെൺകുട്ടിയെ സ്വാധീനിക്കാൻ വേണ്ടി ചെന്നതാണെന്നാണ്. വാസ്തവത്തിൽ നീ അതിനു വേണ്ടിയിട്ടല്ലേ പോയതെന്നുള്ള കാര്യം നമ്പ്യാർ ചോദിക്കുന്നുണ്ട്. അല്ല സർ, ആ കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ സാറിന് അറിയാൻ വേണ്ടി പറ്റും. ആ കുട്ടിയെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. ഇനിയും പോകുന്നുണ്ട് അവളെ കാണാനും ആശ്വസിപ്പിക്കാനും. തുടർന്ന് ബാലേന്ദ്രന്റെ അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, സർ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, കേസ് എടുക്കണോ എന്ന്. അവള് പറയുന്നതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല എന്നാണ് ബാലേന്ദ്രൻ പറയുന്നത്. ഇവൾക്ക് ഡിവൈഎസ്പിയുടെ സപ്പോർട്ട് ഉണ്ടെന്നുള്ള കാര്യം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുത്തതെന്ന് നമ്പ്യാർ പറയുന്നത് കേൾക്കുമ്പോൾ സാർ ചെയ്തത് വലിയ കാര്യം തന്നെയാണ്. ഞാൻ അവരുടെ പേരിൽ കേസ് എടുക്കണ്ട എന്നുള്ള കാര്യം പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ അവിടെ ചെന്ന സമയത്ത് അവര് കരുതിയത് പ്രതിയുടെ പെങ്ങളായ ഞാൻ അവളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ചെന്നതാണെന്നാണ്. ശരണ്യയെ ഉപദ്രവിച്ചവരോട് ഉള്ള ആ ദേഷ്യത്തിന്റെ പുറത്ത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ശരണ്യയുടെ വീട്ടിൽ പോയി. ശരണ്യയെ പോയി കണ്ട് അവളെയും അതുപോലെ തന്നെ അവളുടെ വീട്ടുകാരെയും ആശ്വസിപ്പിച്ചു. അവർക്ക് സമാധാനം കിട്ടി എന്നാണ് എന്റെ വിശ്വാസം. ഇനിയും ഞാൻ അവിടെ പോകും. അവള് നല്ല ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് സ്കൂളിൽ പോകുന്നത് വരെ. ഞങ്ങൾ പ്രതികളൊക്കെ വിട്ടയച്ചിട്ട് വിഡ്ഢികളാവണോ അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സർ അങ്ങനെയല്ല, സാറിന് പിടികൂടിയ പ്രതികളുടെ അടുത്ത് പറയാലോ അലീനയ്ക്ക് പരാതിയില്ല, അതുകൊണ്ട് നിങ്ങളെ വിട്ടയച്ചു എന്ന്. അവർക്ക് എന്നോടുള്ള ദേഷ്യവും അതുപോലെ തന്നെ പോലീസിനോടുള്ള വിരോധവും മാഞ്ഞു പോകും. മനുഷ്യരുടെ മനസ്സിൽ ആരോടും വഴക്കില്ലാതിരിക്കുന്നതല്ലേ സാർ നല്ലത്. പിന്നീട് കൂടുതൽ നേരമൊന്നും നമ്പ്യാർ അവിടെ നിൽക്കുന്നില്ല, പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങുവാണേ. പോകുന്നതിന് മുമ്പായിട്ട് ജീപ്പിന്റെ ഇറങ്ങി ചെന്നിട്ട് നമ്പ്യാർ പറയുന്നുണ്ട് ഞങ്ങൾ പോവാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ആ പെണ്ണിന്റെ തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്, അതിനെ എവിടെങ്കിലും കൊണ്ടുപോയി എന്ന് പറയുമ്പോഴേക്കും കൈകൊണ്ട് മതി നിർത്തിക്കോ എന്നുള്ള മട്ടിൽ ദേഷ്യത്തോടെ കാണിക്കുകയാണ് കേട്ടോ ബാലേന്ദ്രൻ. എന്നിട്ട് അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്നും കൂടി പറയുന്നുണ്ട്. അത് കേട്ടുകൊണ്ട് നമ്പ്യാർ അവിടെ നിന്ന് പോവാണേ. അതോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ അവസാനിക്കുന്നത്. നാളത്തെ പ്രോമോ വിശേഷങ്ങളിൽ കാണിക്കുന്നത് കൃഷ്ണമോളെടുത്ത് അലീന പറയുന്നുണ്ട് എന്റെ കൂടെ ദൈവമുണ്ട്, പിന്നെ ഞാൻ എന്തിനാണ് പേടിക്കുന്നത് എന്നാണ്. അതേസമയം ബബിത കേട്ടല്ലോ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ. ശരണ്യെ കാണാൻ വേണ്ടിയിട്ട് അലീന പോയല്ലോ, അത് അവൾ മറ്റൊരു രീതിയിലാണ് കേട്ടോ എടുക്കുന്നത്. ശരണ്യ കാരണമാണ് ഇപ്പോ രോഹിത് ജയിലിൽ കിടക്കുന്നത് എന്നുള്ള രീതിയിൽ ഇപ്പൊ ശരണ്യ കുറ്റവാളിയായ രീതിയിലൊക്കെയാണ് കേട്ടോ ബബിത സംസാരിക്കുന്നത്. വീട്ടിത്തരങ്ങള്. അലീന വീണ്ടും അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അവിടെ ഉള്ളൊരു ചേട്ടൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്തിനാണ് നീ വീണ്ടും ഇങ്ങോട്ട് വന്നത്? ശരണ്യെ കാണാൻ വേണ്ടിയിട്ടും ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുന്നുണ്ട്. ശരണ്യയുടെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്തും അവളുടെ അനിയനാണെന്നുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വരുന്നത് ശരണ്യെ കാണാനാണ്, പക്ഷെ നീ എത്രയാണെന്നുണ്ടെങ്കിലും അവരുടെ ആളല്ലേ എന്ന് ചോദിക്കുമ്പോ ആയിരിക്കും,
പക്ഷെ അവളെ ആശ്വസിപ്പിക്കാനും അവളെ ശക്തിപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷെ ബോബനാണെന്നുണ്ടെങ്കിൽ നീ ഇവിടെ വരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുവാണേ. അലീന എന്തായാലും ശരണ്യെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ പോകുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ അലീന വന്നു എന്നുള്ള കാര്യം അറിയുമ്പോ ശരണ്യ അലീനയെ തേടി വരുന്നുണ്ടാവും കേട്ടോ, മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ട്. അതൊക്കെ കാണുമ്പോൾ എത്രയായാലും വീട്ടുകാർക്കും അലീനയോട് ഇഷ്ടം തോന്നി തുടങ്ങുമല്ലോ.